ബേരച്ച് ഗ്രാമത്തിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന യാത്രക്കാർ കുതിരവണ്ടിയിലാണ് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ ഗ്രാമത്തിൽ 5 കുതിരവണ്ടികൾ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്ത് 4 എണ്ണവും ബാക്കിയൊന്ന് പാവപ്പെട്ട ബാലുവിന്റെ ആയിരുന്നു. പ്രസിഡന്റിന്റെ ആഗ്രഹം ആ കുതിരവണ്ടിയും കൈക്കലാക്കാനായിരുന്നു. നോക്കൂ ബാലു, ഈ ഗ്രാമത്തിലോടുന്ന 4 കുതിരവണ്ടികളും എന്റേതാണ്. ഈ ഒരു കുതിരവണ്ടി വെച്ചിട്ട് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? വേറെന്തെങ്കിലും ചെയ്യ്. നിന്റെ കുതിരവണ്ടി എനിക്ക് വിറ്റേക്കൂ. പ്രസിഡന്റെ, എത്ര പ്രാവശ്യം പറയാനാ, ഇത് കുതിരയല്ല, ഇതെനിക്ക് മകനാണ്. ആരെങ്കിലും അവരുടെ കുട്ടികളെ വിൽക്കുവോ? ഇവന്റെ കുതിരയ്ക്ക് ഭയങ്കര ശക്തിയാണല്ലോ പ്രസിഡന്റെ. നമ്മുടെ കുതിരയെല്ലാം 4-5 പേരെ കൊണ്ടുപോകുമ്പോ തന്നെ ശ്വാസം മുട്ടി വീഴും. ഇവന്റെ കുതിര 10-15 പേര് കേട്ടിട്ട് ഓട്ടമല്ലേ. ബാലുവിന്റെ കുതിരവണ്ടി ഇവിടെ ഉള്ളവരേക്കും നമുക്ക് ബിസിനസ് ഉണ്ടാവില്ല. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. ഇവന്റെ പ്രിയപ്പെട്ട കുതിരയെ തട്ടിക്കൊണ്ടുപോയി ആ മലയുടെ മുകളിൽ നിന്ന് താഴെയിടാം. എന്താ, ശരിയല്ലേ? ഇത്രയും ഉയരത്തിൽ നിന്ന് വീണ ആ കുതിര എന്തായാലും ചത്തിരിക്കും. ബാലു അവന്റെ കുതിരയെ കുറെ തേടി നടക്കട്ടോ. അപ്പൊ അവന്റെ കുതിരയുടെ ശവം കഴുകനും കുറുക്കനും എല്ലാം തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ പ്ലാൻ വിജയിച്ചു. ഇപ്പൊ ആ കുതിര സൂപ്പർ ചമ്മന്തി ആയിട്ടുണ്ടാവും. പിറ്റേ ദിവസം തന്റെ പ്രിയപ്പെട്ട കുതിരയെ കാണാഞ്ഞ് ബാലു കരയാൻ തുടങ്ങി. കാണുന്നവരോടൊക്കെ കുതിരയെ അന്വേഷിക്കാൻ തുടങ്ങി. കല്ലുചേട്ടാ, എന്റെ കുതിരയെ കണ്ടായിരുന്നോ നിങ്ങള്? അമ്മൂമ്മേ, നിങ്ങൾ എന്റെ കുതിരയെ കണ്ടായിരുന്നോ? കമലേട്ടാ, എന്റെ കുതിരയെ കാണാനില്ല, എങ്ങോട്ട് പോയിന്ന് തന്നെ അറിയില്ല. എടോ ബാലു, ഞങ്ങളെ പോലെ 4-5 പേരെ കയറ്റി സവാരി ചെയ്തിരുന്നെങ്കിൽ ആ കുതിര ഓടിപ്പോവുമായിരുന്നില്ല. 10-15 പേരെ കയറ്റി സവാരി ചെയ്താൽ ആ പാവം പിന്നെ എന്തു ചെയ്യും? തളർന്ന് അവശനായി ഓടിപ്പോയിട്ടുണ്ടാവും പാവം. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ എന്റെ കുതിരയെ എന്റെ മകനെ പോലെയാണ് നോക്കിയത്. അത് ഒരിക്കലും എന്നെ വിട്ട് ഓടിപ്പോകില്ല. ഞാൻ നിന്നെ തിന്നാൻ പോവാ. കൊന്നോളൂ, ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാൻ മനുഷ്യർക്കാണ് ഉപകാരം ചെയ്തത്. അവരെന്നെ ജീവച്ഛവമാക്കി. ബാക്കി നീ കഴിച്ചോ കഴുക. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ചാക്കിൽ കെട്ടി ശ്വാസം മുട്ടിച്ച് മലയുടെ മേലേന്ന് താഴേക്കിട്ടു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ചത്തില്ല, അത്രേ പറയാൻ പറ്റും. അല്ലെങ്കിൽ നിനക്ക് ഫ്രഷ് മാംസം കഴിക്കാനായിരിക്കും ഞാൻ ചാകാതെ ഇരുന്നത്. എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും, പക്ഷെ ഇപ്പോഴെന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്റെ കൂട്ടുകാര് നിന്നെ വെറുതെ വിടില്ല കേട്ടാ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. ഓ, ഓടുന്നത് പോട്ടെ, എനിക്ക് നിന്ന സ്ഥലത്ത് അനങ്ങാൻ പറ്റുന്നില്ല. ഇതിന് ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഒരു ദിവസം കുങ്കുമ ഋഷിക്ക് സൂര്യാഘാതമേറ്റ് തളർന്നപ്പോൾ എന്റെ 2 ചിറകും വീശി അദ്ദേഹത്തെ ഞാൻ തണുപ്പിച്ചു. അപ്പോൾ സംപ്രീതനായ മുനി എനിക്കൊരു വരം തന്നു. ഞാൻ വിചാരിച്ചാൽ എന്റെ ചിറകുകൾ ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ചിറകുകൾ നിനക്ക് തരുന്നു, പറന്നു പോയിക്കോളൂ. വളരെ പെട്ടെന്ന് നിന്റെ മുതലാളിയുടെ അടുത്ത് നിനക്ക് എത്താം. അപ്പോൾ നിനക്ക് ചിറക് വേണ്ടേ? അപ്പോൾ തന്നെ എനിക്ക് പുതിയ ചിറകുകൾ വരും. നീ എന്റെ ചിറകുകൾ ഉപയോഗിച്ച് വീട്ടിലെത്താൻ നോക്ക് പോ. അവിടുന്ന് പറന്നുയർന്ന കുതിര ബാലുവിന്റെ വീട്ടുമുറ്റത്തെത്തി. ചിറകടിയുടെ ശബ്ദം കേട്ട് ബാലു പുറത്തു വന്ന് നോക്കി. തന്റെ കുതിരയെ കണ്ടപ്പോൾ അവൻ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എവിടെയായിരുന്നു മോനെ? ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? നിനക്ക് ചിറകുകളോ? അയ്യോ, നീ പറക്കുന്നല്ലോ. പിറ്റേ ദിവസം പ്രസിഡന്റ് ആൾക്കാരെ കേട്ടാനായി കുതിരവണ്ടിയുമായി അവിടെ എത്തി. നോക്കൂ സാറേ, ഇവിടെ നിന്ന് ടൗൺ വരേക്കും പോവാൻ ഒരാൾക്ക് 10 രൂപയാവും. ഓക്കെ അല്ലേ? ഇന്നലെ 3 രൂപയായിരുന്നല്ലോ. ഇന്ന് മുതൽ 10 ആണ്. വേണമെങ്കിൽ കയറിക്കോളൂ, അല്ലെങ്കിൽ നടന്നു പോയിക്കോളൂ. സാറേ, ഇത്രയും ദൂരം ഞാൻ എങ്ങനെയാ നടന്നു പോവാ? ഒരു 10 രൂപ ഇങ്ങോട്ട് പോരട്ടെ ചേച്ചി. കേട്ടോളൂ, 2 രൂപ ടൗൺ വരയ്ക്ക് പോകാൻ 2 രൂപ മാത്രം. ഇത് നമ്മുടെ ബാലു അല്ലേ?
വരൂ, ടൗണ് വരയ്ക്കും പോവാൻ 2 രൂപ മതി. ഇതെങ്ങനെയാ സംഭവിച്ചത്? നമ്മളതിനെ വലിച്ചെറിഞ്ഞതല്ലേ? രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ. ഇതെങ്ങനെ? ഇതെന്താ? ഇത് പറന്നു പോകുന്നു. തള്ളേ കൊള്ളാം. രക്ഷപ്പെട്ട മാത്രമല്ല പറക്കുകയും ചെയ്യുന്നു. ഇത് ഭൂതാവേശമാണോ പ്രസിഡന്റെ? ഏടാ, ഇത് ഭൂതപ്രേതമൊന്നുമല്ല. ഇത് അവന്റെ ഏതോ ഒരു ട്രിക്കാണ്. ബാലുവിന്റെ കയ്യിൽ എന്ത് സൂത്രമാണുള്ളതെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ബാലുവിനെ കൊണ്ട് ഇവരുടെ ബിസിനസ് തകരുന്നത് അവർക്ക് നല്ലോണം മനസ്സിലായി. പ്രസിഡന്റ് വീണ്ടും പ്ലാൻ ഇടാൻ ഇറങ്ങി. ഈ ബാലുവിന്റെ കുതിരയുണ്ടല്ലോ, ദിവസേന എല്ലാ യാത്രക്കാരെയും ഒറ്റ ട്രിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. നമ്മുടെ കുതിരവണ്ടികളെല്ലാം സ്റ്റാൻഡിൽ തന്നെ, വരുമാനമില്ല. ശരിയാ പ്രസിഡന്റെ, എല്ലാ ദിവസവും വെറും കൈ വീശിയല്ലേ വീട്ടിലേക്ക് പോകുന്നത്. അന്ന് രാത്രി അതിനെ ജീവനോടെ തള്ളിയിട്ടത് നമ്മുടെ തെറ്റായി പോയി. ഇപ്രാവശ്യം അതിനെ കൊന്നിട്ട് വേണം വലിച്ചെറിയാൻ. രക്ഷപ്പെടാൻ ഒരു വഴിയും കൊടുക്കില്ല. അന്ന് രാത്രി 2 ദുഷ്ടന്മാരും ആ കുതിരയെ കൊല്ലാനായി അവിടെ എത്തി. അതിനെ കെട്ടാനായി അരികിലെത്തിയപ്പോൾ കുതിര ചിറകുകൊണ്ട് 2 പേരെയും മുതുകിലേറ്റി അവിടെ നിന്ന് പറന്നുയർന്നു. ഇത് കണ്ട പ്രസിഡന്റും ശിങ്കിടിയും ഞെട്ടിവിറച്ച് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, ഇതെന്ത്? മലയുടെ മുകളിലാണല്ലോ പറക്കുന്നത്. പ്രസിഡന്റെ, എന്നെ രക്ഷിക്കൂ, എന്റെ തല ചുറ്റുന്നേ, എനിക്ക് പരലോകം കാണാനല്ല വയസ്സായിട്ടില്ല. ഭഗവാനെ, ഇവിടെ നിന്നെങ്ങാനും താഴെ വീണാല്? പ്രസിഡന്റെ, ആലോചിച്ച് കാര്യമില്ല. ഈ കുതിര നമ്മളെ കൊല്ലാനായിട്ട് മാത്രം കൊണ്ടുവന്നതാ പ്രസിഡന്റെ. എന്റെ കുതിര ചേട്ടാ, എന്റെ മോനെ, എന്റെ അച്ഛ, എന്റെ മുത്തശ്ശ, എനിക്ക് മാപ്പ് തരൂ, എന്നോട് ക്ഷമിക്കൂ. ഇന്ന് മുതല് ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല, ബാലുവിനെയും ഉപദ്രവിക്കില്ല. ഇന്നു മുതല് എന്റെ എല്ലാ കുതിരവണ്ടികളും ബാലുവിന് കൊടുത്തേക്കാം. സത്യം, ഞങ്ങൾ വേറെ ജോലി നോക്കിക്കോളാം. ഞങ്ങളോട് ക്ഷമിക്കൂ മോനെ, ഞങ്ങളോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ, എന്നോട് ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ കുതിര മോനെ, ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ. നീ എവിടെ പോയതാ മോനെ? മോനെ ബാലു, ക്ഷമിക്കൂ. ഇതിനു മുന്നേ ഞങ്ങളാണ് നിന്റെ കുതിരയെ തട്ടിക്കൊണ്ടുപോയി മലയിൽ നിന്ന് താഴെയിട്ടത്. ഇന്നും താഴെയിടാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ശിക്ഷ കിട്ടി. എന്നോട് ക്ഷമിക്കൂ ബാലു, ഞാൻ തെറ്റു മനസ്സിലാക്കുന്നു. ഇന്നു മുതൽ എന്റെ എല്ലാ കുതിരവണ്ടികളും നിനക്ക് സ്വന്തമാണ്. എനിക്ക് മാപ്പ് തരൂ ബാലു.